ഇത് ടെക്സ്റ്റിൽ എക്സാമ്പിൾ 9.1 എന്ന് പറഞ്ഞ് കൊടുത്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു കോൺവെക്സ് മിററിൻ്റെ പ്രോബ്ലമാണ് ഇതിൽ കൊടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും റേ ഡയഗ്രാമാണ് ഫസ്റ്റ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു കോൺവെക്സ് മിററാണ് റെയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺവെക്സ് മിറർ, അപ്പോൾ അതിൻ്റെ ഈ സൈഡാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 3 മീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ സി വെച്ച് ഡിനോട്ട് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 മീറ്ററാണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 5 മീറ്റർ, മിററിൽ നിന്ന് 5 മീറ്റർ ഡിസ്റ്റൻസിലൊരു ബസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ബസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. അത് 5 മീറ്റർ ദൂരത്തിലുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്തൊരു സൈൻ കൺവെൻഷൻ ഉണ്ട്. അതായത് മിറർ ഇപ്പം ഇങ്ങനെയാണ് മിറർ ഇവിടെയാണെന്ന് വെച്ചാൽ, അപ്പോൾ മിററിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുക. മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് നെഗറ്റീവായിട്ടും ആണ് എടുക്കുക. അതായത് ഇവിടുത്തെ കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ മിററിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നല്ലേ മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് അത് +3 ആയിരിക്കും. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്, അതായത് യു, അത് മെഷർ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നായതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും, -5 മീറ്റർ ആയിരിക്കും. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ പോസിറ്റീവും ലെഫ്റ്റിൽ നെഗറ്റീവും. അതേപോലെ തന്നെ മുകളിലേക്കുള്ള ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും മെഷർ ചെയ്യുമ്പോൾ മുകളിലേക്കാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇമേജ് ഉള്ളതെന്നുണ്ടെങ്കിൽ പോസിറ്റീവും, താഴേക്കാണെങ്കിൽ നെഗറ്റീവുമാണ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് ഇവിടെ ഒബ്ജക്റ്റ് മുകളിലേക്കാണ്, അതുകൊണ്ട് നമ്മൾ പോസിറ്റീവാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മിറർ എന്ന് പറയുന്നത് പോസിറ്റീവാണ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇമേജ് ഏകദേശം എവിടെയാണ് ഫോം ചെയ്യുക എന്നുള്ളത് റേസ് വെച്ച് വരച്ചു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുക ഈ ഒരു പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ട് ഒരു ലൈനാണ് വരയ്ക്കുക. ലൈനല്ല, റേ. എന്നിട്ട് ഇത് മിററിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഈ മിററിൻ്റെ നമ്മളത് ബാക്കിലോട്ട് റീട്രേസ് ചെയ്യുക അതിൻ്റെ ആ ഒരു പാത്ത്. കാരണം അത് ഇവിടുന്ന് ഇങ്ങനെ മിറർ തട്ടിപ്പോകുമ്പം അവിടെയുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ അത് ഇങ്ങനെ വരുന്ന പോലെയല്ലേ തോന്നും. അപ്പോൾ നമ്മളത് ബാക്കോട്ട് ട്രേസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ വരയ്ക്കേണ്ടത് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ആദ്യം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേ ആണ് വരയ്ക്കുക. രണ്ടാമത് സെൻറ്റർ ഓഫ് കർവേച്ചർ സിയിലൂടെ പാസ് ചെയ്യുന്നൊരു റേ വരയ്ക്കുക. അതായത് ഏകദേശം ഇങ്ങനെ. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു റേ പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വന്ന അതേ വഴി തന്നെ റീട്രേസ് ചെയ്യും. അതായത് പോയത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ തിരിച്ചും വരും. ശരിക്കും ഇത് ഇവിടം വരെ ഉള്ളൂ, ഇവിടം വരെ പോയിട്ട് അത് തട്ടി തിരിച്ച് അതേപോലെ തന്നെയാണ് വരിക. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഡോട്ടഡ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കൂടെ കോമൺ ആയിട്ടൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഈ 2 റേസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്, അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുക ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ I എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാം. ഇനി ഒരു സ്പെറിക്കൽ മിററിൻ്റെ കേസിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ല, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിളായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പം റേഡിയസ് ഓഫ് കർവേച്ചർ 3 മീറ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയല്ലേ. അപ്പോൾ ഏകദേശം ഒരു 1.5 മീറ്ററിലാണ് എന്തുണ്ടാവുക, ഫോക്കൽ ലെങ്ത്ത് ഉണ്ടാവുക. അത് F എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാം. ഫോക്കൽ ലെങ്ത്തിൻ്റെ മുന്നേ ആയിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക ഇങ്ങനത്തെ കേസിലാണെങ്കിൽ. അതായത് ഒബ്ജക്റ്റ് ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ മുന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. ഇനി ഇത് ഫോക്കൽ ലെങ്ത്തും മിററിൻ്റെ റൈറ്റ് സൈഡിലായതുകൊണ്ട് പോസിറ്റീവ് സൈനാണ് കൊടുക്കുക. ഇനി ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ, ലെൻസ് അല്ല മിററാണ്. മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/v + 1/u = 1/f. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്തിൻ്റെ ഡിസ്റ്റൻസാണ്, ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള v ആണ് കാണേണ്ടത്. അപ്പം ഇമേജ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. നമുക്ക് u അറിയാം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അതായത് -5 മീറ്റർ. അതുപോലെ f അറിയാം, ഫോക്കൽ ലെങ്ത്ത് 1.5 മീറ്റർ, അതായത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ 1/v ഇവിടെ വെച്ചിട്ട് ബാക്കി അപ്പുറത്ത് കൊണ്ടുപോയാൽ 1/f - 1/u എന്ന് ആവും. അപ്പോൾ ഇതിൽ 1/f എന്ന് പറഞ്ഞാൽ എന്താ,
1/1.5 മീറ്റർ, അത് പ്ലസ്സാണ്. മൈനസ് ബ്രാക്കറ്റിൽ 1/u എന്ന് പറഞ്ഞാൽ -5 ആണ്. അപ്പോൾ ഇവിടെ മൈനസും വരുന്നതുകൊണ്ട് അത് രണ്ടും കൂടെ കൂടിയിട്ട് പ്ലസ് ആവും. എന്നിട്ട് 1/1.5 പ്ലസ് 1/5 എന്നുള്ള രീതിയിലാവും. ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 + 1.5 ഡിവൈഡ് ബൈ 5 × 1.5 എന്ന് വരും. 5 + 1.5 എന്ന് പറഞ്ഞാൽ 6.5, 5 × 1.5 എന്ന് പറഞ്ഞാൽ 7.5. നമുക്ക് കിട്ടിയത് 1/v ആണ്. 6.5 ഡിവൈഡഡ് ബൈ 7.5 എന്ന് കിട്ടിയത്. അപ്പോൾ v എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ റെസിപ്രോക്കലായിരിക്കും. ഇപ്പോൾ തിരിച്ചിടാം. അപ്പോൾ 7.5/6.5. ഇനി ഇത് ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 75/65 കിട്ടും. 75/65 ചെയ്താൽ ഏകദേശം 1.65 10 100 1.35 350 ഏകദേശം 5. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മൾ 2 പോയിൻ്റ് എടുത്താൽ മതി ഡെസിമൽ കഴിഞ്ഞിട്ട്. അപ്പം v എന്ന് പറയുന്നത് 1/1.15 എന്ന് കിട്ടും. അതായത് ഏകദേശം ഇവിടെ തന്നെയായിരുന്നു അതിൻ്റെ പൊസിഷൻ വരിക. കാരണം ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററാണ്. അപ്പോൾ 1.15 എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുക. ഫോക്കൽ ലെങ്ത്തിന് മുന്നേ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പം പൊസിഷൻ കിട്ടി. ഇനി നേച്ചറും സൈസും അറിയണമെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ കാണണം. അപ്പം മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m = h' ഡിവൈഡഡ് ബൈ h. ഇവിടെ h' എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ h എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. പക്ഷേ ഇവിടെ ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് അത് v-ൻ്റെ u-ൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ -v/u എന്നല്ല അതിൻ്റെ ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ്റെ. അപ്പം നമുക്കറിയാം ഇപ്പോൾ കിട്ടിയത് ഇതിൽ v എന്ന് പറയുന്നത് 1.15 ആണ്. അതായത് പോസിറ്റീവാണ് വരുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മിററിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പം -1/1.5 ഡിവൈഡഡ് ബൈ u എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലാണ്, അതായത് ലെഫ്റ്റ് സൈഡിലാണ്. അത് -5 മീറ്ററാണ്. അപ്പോൾ -5. അപ്പോൾ മൈനസും ക്യാൻസലായി പോകും. പിന്നെ കിട്ടുന്നത് 1.15 ഡിവൈഡ് ബൈ 5 ആണ്. അപ്പം നേരത്തെ ചെയ്ത പോലെ 100 കൊണ്ട് താഴെ മുകളിൽ ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ 115 എന്നാവും. 5 × 100 500. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 500 0.2 150 വരും. 1500 എന്ന് പറഞ്ഞാൽ 500 × 3. അപ്പോൾ 0.23 ആണ് എന്ത് കിട്ടുന്ന മാഗ്നിഫിക്കേഷൻ. അതെന്താണ്? പോസിറ്റീവ് ആണ് വരുന്നത്. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ അല്ലേ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1 വരികയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും സെയിം ആണെന്നാണ്. ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് <1 1നേക്കാളും താഴെ വരണമെങ്കിൽ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായല്ലേ മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ താഴെ വരുള്ളൂ. അതിൻ്റെ അർത്ഥം h' എന്ന് പറഞ്ഞാൽ h-നേക്കാളും ചെറുതാണെന്നാണ്. അതായത് h' <h. അതായത് ഇമേജിൻ്റെ ഹൈറ്റ്, ഇപ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഇത്രയാണെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് അതിനേക്കാളും ചെറുതായിരിക്കും. ഇനി m <1 ആണെന്നുണ്ടെങ്കിൽ h' ആണ് h-നേക്കാളും കൂടുതൽ. അതായത് ഇമേജിൻ്റെ ഹൈറ്റാണ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും കൂടുതൽ. കാരണം 1നേക്കാളും കൂടുതലാവണമെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാളും കൂടുതലാവുന്നത്. അപ്പം ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും കൂടുതലായിരിക്കും ഇമേജിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? +0.23. 0.23 എന്ന് പറഞ്ഞാൽ 1നേക്കാളും ചെറുതാണ്. അപ്പം മാഗ്നിഫിക്കേഷൻ 1നേക്കാളും താഴെ ആയതുകൊണ്ട് ഇമേജിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും ചെറുതായിരിക്കും.
അപ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും ചെറുതാണ്, പ്ലസ് ഇത് പോസിറ്റീവാണ്. അപ്പം മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാന്ന് പറഞ്ഞാൽ ഈ ഇമേജ് അപ്രൈറ്റാണ്, അതായത് എറക്റ്റാണ്. അത് നെഗറ്റീവ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആകുമ്പോഴാണ് അത് ഇൻവേർട്ടഡ് ആവുക ഇമേജ്. അപ്പോൾ ഇവിടുത്തെ ഇമേജ് എന്താണ്, ഇറക്റ്റാണ്. പ്ലസ് കോൺവെക്സ് മിററിൻ്റെ ഇപ്പുറത്തെ സൈഡിലല്ലേ ഇമേജ് ഫോം ചെയ്യുന്നത്, അതായത് ഈ സൈഡിൽ തന്നെ ഫോം ചെയ്യുകയാണെങ്കിലല്ലേ, ഇമേജ് ഒബ്ജക്റ്റും രണ്ടും ഒരേ സൈഡിൽ വരികയാണെങ്കിലല്ലേ നമുക്കത് മിററിൻ്റെ കേസിൽ റിയലാന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വിർച്വലാണ്. അതുപോലെ അപ്രൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇറക്റ്റാണ്. പിന്നെ പൊസിഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിൽ നിന്ന് 1.15 മീറ്ററിലായിരിക്കും.